വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പൊതുവേ പല ആളുകളും സമ്മിശ്ര അഭിപ്രായമാണ് നൽകുന്നതെങ്കിലും ഇപ്പോൾ ഒരു വിമർശനവുമായി കൗൺസിലർ ശ്രീലേഖ എത്തി. ആർത്തവം പുറത്തറിയുന്നത് നാണക്കേടാണെന്നാണ് FB പോസ്റ്റിലുള്ളത്. അവധിക്ക് പകരം സ്കൂളുകളിലും കോളേജുകളിലും മികച്ച ശുചിമുറികളും നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും നൽകുകയാണ് വേണ്ടത്. ആർത്തവം കാരണം ഒരു ദിവസം പോലും പഠനം മുടക്കാൻ പെൺകുട്ടികൾ ആഗ്രഹിക്കില്ലെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട്. സന്തുര സാജു ആണ്. സന്തുര സാജു, ഇപ്പോൾ പോസ്റ്റിൽ പറയുന്നതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗത്തോട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ആർത്തവമൊക്കെ പുറത്തറിയുന്നത് നാണക്കേടാണ് എന്ന മട്ടിലുള്ള രീതി മാറണം. പക്ഷേ ഈ പെൺകുട്ടികൾക്ക് അതുമൂലം ക്ലാസ് മുടങ്ങും എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ച് അത് അത്ര സന്തോഷത്തിന് വക നൽകുന്ന ഒന്നല്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്തായാലും വിമർശനമാണ് ഉന്നയിക്കുന്നത് ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഈ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആർത്തവ അവധി 3 ദിവസം നൽകുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു തീരുമാനത്തെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടാണ് മുൻ DGPയും അതുപോലെ തന്നെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറുമായ ശ്രീലേഖ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീലേഖ പറയുന്നത് ഈ ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരിന്റെ നയം അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് സ്ത്രീകളെയും പ്രത്യേകിച്ച് പെൺകുട്ടികളെ അത് ശക്തരാക്കുകയല്ല, മറിച്ച് അബലരാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകാതെ മറിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ വൃത്തിയുള്ള ശൗചാലയങ്ങളും അതുപോലെ തന്നെ നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഒക്കെ സ്ഥാപിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, അവർക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സൗജന്യമായി മരുന്നടക്കമുള്ള കാര്യങ്ങളാണ് നൽകേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ അവധിയല്ല നൽകേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റൊരു കാര്യം ആയിരുന്നു ഇതിൽ പറയുന്നത്, ഇത്തരത്തിൽ അവധി നൽകുമ്പോൾ അത് വീട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിലുള്ള മറ്റു സുഹൃത്തുക്കളും ആളുകളും ഒക്കെ തന്നെയും ആ കുട്ടികൾക്ക് അവധി എടുക്കുന്ന കുട്ടികൾക്ക് ആർത്തവമാണ് എന്നറിയും, അതൊരു നാണക്കേടല്ലേ എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അത് ഏത് തരത്തിലാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആർത്തവമാണ് എന്നറിയുന്നത്, എങ്ങനെയാണ് നാണക്കേടാകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ് ഒരു രണ്ട് കാര്യങ്ങളും അതിലുണ്ട്. ഒരു ഭാഗത്ത് ശ്രീലേഖ പറയുന്നത് ശരിയാണ്, അവർക്ക് മികച്ച നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് നല്ല റെസ്റ്റ് റൂമുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവധി കൊടുത്ത് കുട്ടികളുടെ 3 ദിവസത്തെ പഠനം ഓരോ മാസവും മാറ്റിവെക്കുമ്പോൾ ഒരു വർഷം 30 ദിവസമാണ് അവർക്ക് ആ അർത്ഥത്തിൽ റെഗുലർ ക്ലാസ്സുകൾ നഷ്ടപ്പെടുക. പകരം ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകും എന്നതറിയണമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അതിന് എന്തായാലും സർക്കാർ ചട്ടം രൂപീകരിക്കുമ്പോഴേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ.